നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാല മുന്നൊരുക്കം. ജില്ലയിലെ ഡാമുകളുടെ അവലോകന യോഗം ചേർന്നു. റൂൾ കർവ് പാലിക്കാൻ നിർദ്ദേശം. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ ജൂൺ 2 നടക്കുന്ന ജില്ലാതല പ്രവേശനോത്സവ സംഘാടക സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. തെക്കുംകര മണലിത്തറ കിഴക്കേക്കര 5-ാം വാർഡ് ഗ്രാമസഭ പ്രസിഡന്റ് TV സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്നു. കാലവർഷം നേരത്തെ എത്തി, ജാഗ്രത പാലിക്കണം. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. വിശദമായ വാർത്തകളിലേക്ക്. മഴക്കാല മുന്നൊരുക്കം. ഡാമുകളുടെ സുരക്ഷാവലോകനം യോഗം ചേർന്നു. റൂൾ കർവ് പാലിക്കാൻ നിർദ്ദേശം. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഡാമുകളുടെ സുരക്ഷ അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ഡാം മാനേജ്മെന്റ് യോഗം ചേർന്നു. കാലവർഷം എത്തിയ സാഹചര്യത്തിൽ ഡാമുകളുടെ നിലവിലെ സ്ഥിതി ഉൾപ്പെടെ പരിശോധിച്ച് പുഴകളിലും കനാലുകളിലും അധികം വെള്ളം പൊങ്ങാത്ത വിധം ഡാമുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിനെയാണ് യോഗം ചേർന്നത്. ജില്ലയിൽ ആകെയുള്ള 8 ഡാമുകളിൽ മേജർ ഇറിഗേഷന്റെ അധീനതയിലുള്ള പീച്ചി, വാഴാനി, ചിമ്മിനി ഡാമുകളും KSEBയുടെ പെരിങ്ങൽകുത്ത് ഡാമും കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കാലാവസ്ഥ വ്യതിയാനം മൂലം അപ്രതീക്ഷിതമായ നിലയിൽ മഴ ലഭ്യമാക്കുന്നതിനാൽ മഴ മുന്നറിയിപ്പുകൾ വേഗത്തിൽ മാറുന്ന അവസ്ഥയുണ്ടെന്ന് യോഗം വിലയിരുത്തി. കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ ജലം പുറത്തേക്ക് ഒഴുകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് പ്രൊപ്പോസ്ഡ് റൂൾ കർവ് കർശനമായി പാലിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. ഡാമുകളിലെ പ്രൊപ്പോസ്ഡ് റൂൾ കർവ് ജില്ലാ ഭരണകൂടത്തിനെയും ദുരിത നിവാരണ അതോറിറ്റിയെയും അറിയിക്കണം. വാഴാനി, ചിമ്മിനി ഡാമുകളിൽ ജലനിരപ്പ് നിലവിൽ പ്രൊപ്പോസ്ഡ് റൂൾ കർവിനേക്കാൾ താഴെയാണെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിലവിൽ ജലസേചന വകുപ്പിന്റെ അലർട്ട് ലെവലുകളാണ് പിന്തുടർന്നു വരുന്നത്. എന്നാൽ പ്രൊപ്പോസ്ഡ് റൂൾ കർവ് അലർട്ട് ലെവലിനേക്കാളും താഴ്ന്ന ലെവലാണ്. മഴയുടെ തോതനുസരിച്ച് ഓരോ ദിവസവും പ്രൊപ്പോസ്ഡ് റൂൾ കർവ് മാറി വരും. പ്രൊപ്പോസ്ഡ് റൂൾ കർവ് നിലനിർത്തുന്നതിലൂടെ ഡാമുകളിൽ മതിയായ ജലത്തിന്റെ സ്റ്റോറേജ് ഉണ്ടാകുകയും വെള്ളം തുറന്നുവിടുവാൻ മതിയായ സമയം ലഭ്യമാക്കുകയും ചെയ്യും. ഇടിയഞ്ചിറയിൽ വർക്ക് ഒരാഴ്ചയ്ക്കകം തീർക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പെരിങ്ങൽകുത്തിൽ നിന്ന് ജലം ഒഴുകുമ്പോൾ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുള്ള സാഹചര്യവും സമീപ പ്രദേശങ്ങളെ വെള്ളക്കെട്ടിലാക്കാനുള്ള സാഹചര്യവും കണക്കിലെടുത്ത് ഡാമിലെ ജലനിരപ്പ് 450.4 മീറ്റർ ആക്കി നിലനിർത്തേണ്ടതാണെന്ന് കളക്ടർ അറിയിച്ചു. സാധാരണഗതിയിൽ 421 മീറ്റർ മുതൽ ആണ് അലർട്ട് ലെവൽ ആരംഭിക്കുന്നത്. നിലവിൽ 414.6 മീറ്റർ മാത്രമാണ് ജലനിരപ്പ്. മഴയുടെ സ്ഥിതി പരിഗണിച്ചു മാത്രം കൂടുതൽ ജലം സംഭരിക്കുന്നത് പരിഗണിക്കാമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോടെ മാത്രം കൂടുതൽ ജലം സംഭരിച്ചാൽ മതിയെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. പ്രൊപ്പോസ്ഡ് റൂൾ കർവ് പാലിക്കുന്നതിനായി ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിന് മുൻപായി പുഴകളിലെ ജലനിരപ്പ് എത്രമാത്രം ഉയരും, സമീപ പ്രദേശങ്ങളെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വിലയിരുത്തണമെന്നും യോഗത്തിൽ തീരുമാനമായി. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി റത്തോർ, LSGD ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ, മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, AXE പെരിങ്ങൽകുത്ത് KSEB, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കാലവർഷം നേരത്തെ എത്തി, ജാഗ്രത പാലിക്കണം. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കാലവർഷം ഇത്തവണ നേരത്തെയാണ്. ഒരാഴ്ചക്കാലം നല്ല മഴയുണ്ടാകും. ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സംസ്ഥാനത്തും ജില്ലയിലും സർക്കാരിന്റെ നേതൃത്വത്തിൽ എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് യാത്ര തിരിച്ച് കൊച്ചിയുടെ ഓഫ് ഷോറിൽ MSC എൽസ 3 എന്ന കപ്പൽ മറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തീരപ്രദേശത്ത് ഏതെങ്കിലും കണ്ടെയ്നറുകൾ കാണുകയോ മഞ്ഞ നിറത്തിലുള്ള എണ്ണപ്പാട കാണുകയോ ചെയ്തേക്കാം. ഇങ്ങനെ കാണുകയാണെങ്കിൽ പേടിക്കേണ്ടതില്ല. അടിയന്തരമായി 112 എന്ന നമ്പറിൽ വിളിച്ച് ആ വിവരം രേഖപ്പെടുത്തേണ്ടതാണ്. തൃശൂർ 60,000-ഓളം ആളുകളെ ആവശ്യം വന്നാൽ താമസിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ജില്ലയിൽ 320 ക്യാമ്പുകൾ തയ്യാറായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ ജൂൺ 2 നടക്കുന്ന ജില്ലാതല പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പുത്തൂർ ഗവൺമെന്റ് സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച യോഗം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത് PS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ടിനോ മൈക്കിൾ, പുത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, തൃശൂർ DDE അജിതകുമാരി, DEO രോഹിത്, തൃശൂർ ഈസ്റ്റ് AEO ജീജ വിജയൻ,
SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ബിനോയ് NJ, ഡയറ്റ് ഫാക്കൽറ്റി ശ്രീകല, ജില്ലാ വിദ്യാകിരണം കോർഡിനേറ്റർ രമേശ് NK, സ്കൂൾ HM ഇൻചാർജ് നിഷ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവേശനോത്സവം നല്ല രീതിയിൽ നടത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. കൂടാതെ പരിപാടിയുടെ വിജയകരമായ നടപ്പിനു വേണ്ടി വിവിധ കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. ഓരോ കമ്മിറ്റികളും നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച നടത്തി. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം 2026-27 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം നാം ഏറ്റെടുക്കേണ്ടത്. കഴിഞ്ഞ വർഷവും ജില്ലാടിസ്ഥാനത്തിൽ ഉള്ള പ്രവേശനോത്സവം പട്ടിക്കാട് സ്കൂളിലായിരുന്നു. എൻ്റെ കേരളം പ്രദർശന വിപണനമേള മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രദർശന വിപണനമേള മികച്ച ഫോട്ടോഗ്രാഫർ അച്ചടി മാധ്യമം 1ാം സ്ഥാനം MA ശിവപ്രസാദ് ദേശാഭിമാനി, 2ാം സ്ഥാനം അമൽ സുരേന്ദ്രൻ കേരള കൗമുദി, 3ാം സ്ഥാനം ജീമോൻ ജന്മഭൂമി. പ്രദർശന വിപണനമേള മികച്ച റിപ്പോർട്ടിംഗ് അച്ചടി മാധ്യമം 1ാം സ്ഥാനം അക്ഷിത ദേശാഭിമാനി, 2ാം സ്ഥാനം കൃഷ്ണകുമാർ കേരള കൗമുദി, 3ാം സ്ഥാനം ജിബിൻ സാഗരൻ ദേശാഭിമാനി. എൻ്റെ കേരളം പ്രദർശന വിപണനമേള മികച്ച റിപ്പോർട്ടിംഗ് വിഷ്വൽ മീഡിയ 1ാം സ്ഥാനം സൂരജ് സജി 24 ന്യൂസിനു വേണ്ടി ക്യാമറമാൻ ബിനീഷ് പുരസ്കാരം ഏറ്റുവാങ്ങി, 2ാം സ്ഥാനം സാൻജോ മനോരമ ന്യൂസ്. പ്രദർശന വിപണനമേള മികച്ച തീം സ്റ്റാൾ 1ാം സ്ഥാനം അഗ്നിശമന സേന. കളവ് കേസിൽ അറസ്റ്റിലായ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ഈ കേസിൽ 1 വർഷം ശിക്ഷ ലഭിച്ചതിലുമുള്ള വൈകാര്യത്താൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. പോലീസിൽ നിന്ന് 17 വർഷം മുമ്പ് വിരമിച്ച മറ്റത്തൂർ സ്വദേശി അടിപ്പറമ്പിൽ വീട്ടിൽ ചന്ദ്രശേഖർ എന്നയാളെ കോടാലിയിലുള്ള ഹോട്ടലിൽ വെച്ച് ആക്രമിച്ച സംഭവത്തിന് വെള്ളിക്കുളങ്ങര പത്തുകുളങ്ങര സ്വദേശി അയ്യന്തോൾ വീട്ടിൽ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്നയാളെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് അബ്ദുൾ റഹ്മാനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. ചന്ദ്രശേഖരൻ 1996 വർഷത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയം മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കളവ് കേസിൽ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഈ കേസിൽ 1 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ഇതിന്റെ വൈകാര്യത്താലാണ് പ്രതി ചന്ദ്രശേഖരനെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആക്രമിച്ചത്. മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ K, സബ് ഇൻസ്പെക്ടർ ജോഷി, ASI ജോയ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രമോദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വടക്കാഞ്ചേരി മണലിത്തറ കിഴക്കേക്കര 5ാം വാർഡ് ഗ്രാമസഭ അംഗൻവാടിയിൽ വെച്ച് നടന്നു. വാർഡ് അംഗം AR കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മണലിത്തറ 5, 6 വാർഡുകൾ മാലിന്യമുക്ത വാർഡുകളായി. വാർഡിലെ എല്ലാവർക്കും തുണിസഞ്ചി വിതരണവും വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ഉപഭോക്താക്കളെയും തെരഞ്ഞെടുത്തു. PD മണികണ്ഠൻ, CK ബൈജു, പ്രീജ, പ്രിയ, നിഷ, ടീച്ചർ റംല, അജിത സംസാരിച്ചു. എന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ മാർച്ച് കഴിഞ്ഞതോടുകൂടി അത് സ്പില്ലോവറായി. ഏകദേശം മെയ് മാസത്തിലാണ് സ്പില്ലോവർ അംഗീകരിച്ചു തന്നത്. അതിനുശേഷമാണ് ILTMS എന്ന് പറയുന്ന സിസ്റ്റം മാറി ക്യാഷ് സ്മാർട്ടിലേക്കായി. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നാളെ മുതൽ ആ വ്യക്തിഗത കഴിഞ്ഞ വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ബാലൻസ് പൈസ കിട്ടാനുണ്ടെങ്കിൽ അത് ഈ അടുത്ത ആഴ്ച തന്നെ ആദ്യമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നതാണ്. ഇവിടെ ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.
ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ അരിമ്പൂർ കോൾപ്പാട ശേഖരത്തിൽ മിന്നൽ ചുഴലി. പബ് ഹൗസ് തകർന്നു. മോട്ടോർ ഷെഡിന്റെ മേൽക്കൂര പറന്നുപോയി. ഡ്രസ് വർക്ക് ചെയ്ത ഇരുമ്പ് ഫ്രെയിമുകൾ കാറ്റിൽ ഇളകിത്തെറിച്ചു. ഇന്ന് രാവിലെ 10:30യോടെയാണ് സംഭവം. 100 ഏക്കർ വരുന്ന തോട്ടുപുര പാടശേഖരത്തിലെ മോട്ടോർ പുരയ്ക്കാണ് നാശമുണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് മേൽക്കൂരയിലെ ആസ്പെറ്റോസ് ഇളകിത്തെറിച്ചു. ഇരുമ്പ് ഫ്രെയിമുകൾ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറി വീഴുന്ന അവസ്ഥയുമുണ്ടായി. ശക്തമായ കാറ്റും മഴയുമാണ് ഈ സമയം ഇവിടെ ഉണ്ടായത്. മോട്ടോർ പുരയ്ക്ക് ചേർന്നുള്ള 3 തൂണുകൾ മിന്നൽ ചുഴലിയിൽ പെട്ട് നിലം പൊത്തുന്ന അവസ്ഥയും ഉണ്ടായി. ഈ തൂണുകൾ മോട്ടോർ പുരയ്ക്കത്തെ സബ്മേഴ്സിബിൾ പമ്പിന്റെ മുകളിലാണ് വന്ന് പതിച്ചിട്ടുള്ളത്. സമീപത്തെ പാടശേഖരത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇത് കണ്ടെത്തി ആദ്യം ഓടിയെത്തിയത്. 3 വാർപ്പ് തൂണുകൾ അടക്കം നിലം പൊത്തിയ അവസ്ഥയിലാണ്. ദേശീയ പഞ്ചഗുസ്തി ബാംഗ്ലൂരിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന BCAA 5ാമത് ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ 23-ാം തീയതി നടന്ന ഇടത് കൈ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ആസാം 280 പോയിന്റുകൾ നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പായ കേരളം 260 പോയിന്റുകൾ നേടിക്കൊണ്ട് തൊട്ടു പിന്നിൽ നിൽക്കുന്നു. കരുത്തരായ കർണാടക തൊട്ടു പിന്നിൽ 3ാം സ്ഥാനത്ത് തുടരുന്നു. ഇന്ന് നടക്കുന്ന വാശിയേറിയ വലതുകൈ മത്സരത്തിൽ കൂടുതൽ മെഡലുകൾ നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ടീം മാനേജറായ പ്രശാന്ത് കുമാർ. ക്യാപ്റ്റൻ ഷംസുദ്ദീൻ, വൈസ് ക്യാപ്റ്റൻ രമ്യ ചക്രവർത്തി, കോച്ച് യാസ്മിൻ, ജനറൽ സെക്രട്ടറി അബ്ദുൾ അസീസ്, സംസ്ഥാന പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി തുടങ്ങിയവർ. കുടിവെള്ള പൈപ്പിടാൻ റോഡ് കുഴിച്ച കിഴക്കുംപാട്ടുകര ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലറും റെസിഡൻസ് അസോസിയേഷനും മേയർക്ക് സമർപ്പിക്കാനുള്ള പുഷ്പാഹാരവുമായി പ്രതിഷേധിച്ചു. കിഴക്കുംപാട്ടുകര ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിലാണ് കൗൺസിലർ ജോൺ ഡാനിയലും റെസിഡൻസ് അസോസിയേഷനും പുഷ്പാഹാരവുമായി റോഡിൽ നിന്ന് സമരം ചെയ്തത്. കുടിവെള്ളത്തിനുള്ള പൈപ്പ് ആയതുകൊണ്ടാണ് റോഡ് കുഴിക്കുമ്പോൾ മാനുഷിക പരിഗണനയുടെ പേരിൽ തടയാതിരുന്നതെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. എന്നാൽ 1.5 കൊല്ലമായിട്ടും പൈപ്പിടുന്ന പ്രവൃത്തി കഴിഞ്ഞില്ല. പൈപ്പിടുന്നത് പൂർത്തീകരിച്ചാൽ മാത്രമേ റോഡ് റീടാർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 1.5 വർഷമായിട്ട് പോലും പൈപ്പിടൽ പൂർത്തീകരിക്കാൻ കഴിയാത്തത് കോർപ്പറേഷന്റെ തികഞ്ഞ അനാസ്ഥയാണ്. പൈപ്പിടൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത കരാറുകാർക്കെതിരെ നടപടിയെടുക്കണം. ഇവിടെ താമസിക്കുന്നവർ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. കാൽനടയാത്ര പോലും കഴിയാത്ത അവസ്ഥയിലാണ് റോഡ്. നിരവധി തവണ മേയറോടും കൗൺസിൽ യോഗത്തിലും രേഖാമൂലവും വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും കുറ്റകരമായ നിസ്സംഗതയാണ് മേയറും ഉദ്യോഗസ്ഥരും കരാറുകാരനും കാണിച്ചതെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് മേയർക്കുള്ള പുഷ്പഹാരവുമായി സമരം ചെയ്തത്. ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡിലൂടെ മേയർ യാത്ര ചെയ്താൽ അണിയിക്കാനാണ് പുഷ്പഹാരം കരുതിയെന്നും കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. മേയർക്കുള്ള പുഷ്പഹാരം ചേർന്ന് പുതഞ്ഞു കിടക്കുന്ന റോഡിൽ നാട്ടുകാർ സ്ഥാപിച്ചു. ഡിവിഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ, റെസിഡൻസ് അസോസിയേഷൻസ് പ്രസിഡന്റ് ഡോക്ടർ ഡേവിസ് പോൾ, സെക്രട്ടറി ജോസ് എരിനേരി, ഷീല TK, കുമാരൻ KA, ഷിജി ഡേവിസ്, ഷീബ ജോൺ, ബേബി NA, മേരി ബേബി, ഡോക്ടർ രാജേഷ് ആന്റണി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം കൊടുത്തു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത്
കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തകളിലേക്ക്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. റെഡ് അലർട്ട് 25/5/2025 മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 26/5/2025 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 26/5/2025 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഓറഞ്ച് അലർട്ട് 25/5/2025 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്. 26/5/2025 തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. 27/5/2025 പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 29/5/2025 കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാല മുന്നൊരുക്കം. ജില്ലയിലെ ഡാമുകളുടെ അവലോകന യോഗം ചേർന്നു. റൂൾ കർവ് പാലിക്കാൻ നിർദ്ദേശം. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ ജൂൺ 2 നടക്കുന്ന ജില്ലാതല പ്രവേശനോത്സവ സംഘാടക സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. തെക്കുംകര മണലിത്തറ കിഴക്കേക്കര 5-ാം വാർഡ് ഗ്രാമസഭ പ്രസിഡന്റ് TV സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്നു. കാലവർഷം നേരത്തെ എത്തി, ജാഗ്രത പാലിക്കണം. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. ഇതോടുകൂടി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.